തൃക്കാക്കരയിൽ അനധികൃത നിലം നികത്തുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് നിലം നികത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. തൃക്കാക്കര നോർത്ത് വില്ലേജിൽ തേവയ്ക്കൽ ജംഗ്ഷനിൽ മെയിൻ റോഡിനോട് ചേർന്നാണ് ഒരേക്കറോളം നിലം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഭൂമാഫിയ നികത്തിയത്. നിലം നികത്തുന്നതിന് പ്രദേശവാസി വില്ലേജ് ഓഫീസറെ അറിയിച്ചെങ്കിലും സ്ഥലപരിശോധന നടത്താൻ പോലും തയ്യാറായില്ലെന്ന് പ്രദേശവാസിയായ വിഷ്ണു പറഞ്ഞു. പാടശേഖരത്തിന് സമീപത്തെ മറ്റു പാടശേഖരങ്ങൾ നികത്താൻ 20 അടിയോളം ഉയരത്തിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലം വരെ കൃഷി ചെയ്തിരുന്ന പാടശേഖരമാണ് ഭൂമാഫിയയുടെ സഹായത്തോടെ സ്വകാര്യ വ്യക്തി നികത്തുന്നത്. സമീപത്തെ ഗോഡൌണിന്റെ ഉടമയുടെ ഉടമസ്ഥതയിലുള്ളതാണ് നിലം. പാടം നികത്തുന്നത് വഴി പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തകരുമെന്നും ഭൂമിയിലെ വാട്ടർ സ്റ്റോറേജ് സംവിധാനം നഷ്ടപ്പെട്ട് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുമെന്നും പരിസരവാസികൾ പറയുന്നു. അനധികൃത നിലം നികത്തുന്നതിനെതിരെയും അതിന് കൂട്ടിനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതി നൽകുമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഇത് തേവയ്ക്കൽ തൃക്കാക്കര നോർത്ത് വില്ലേജിൽ തേവയ്ക്കൽ സ്കൂളിന് സമീപമുള്ളൊരു പാടഭൂമിയാണ്. ഇന്ന് രാവിലെ ഒരു ദിവസം കൊണ്ട് ഇത്രയും ഭൂമി, അത് 5 ടോറസും 2 JCB ഒക്കെ വന്നിട്ട് ഇത്രയും പാടഭൂമി നികത്തി പോയേക്കാണ് അവർ. ഇവിടെ വെള്ളം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രളയം വന്നിട്ട് പോലും വെള്ളം കയറാത്തൊരു സ്ഥലമാണത്. ഇതുപോലെ കനാലിൻ്റെ ഭൂമി, കനാലിൽ വന്ന വെള്ളം പോലും പാടത്തേട്ട് പോകാണ്ട് തടഞ്ഞു വെച്ചേക്കുന്നത്. ഇവിടെ മണ്ണ് നികത്തിക്കൊണ്ട് ഞങ്ങളുടെ കുടിവെള്ളമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറ്റിലൊന്നും വെള്ളം കിട്ടാത്ത അവസ്ഥ വരും. വേനലിലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ മണ്ണിങ്ങനെ നികത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരെല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും ഭൂമി നികത്തിയിട്ടും ഒരു മനുഷ്യൻ അറിഞ്ഞില്ല എന്ന് പരാതി കൊടുത്തിരുന്നോ? പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞനുസരിച്ച് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോയി. പിന്നെ നമ്മൾ വില്ലേജ് ഓഫീസറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ മൊത്തം കേൾക്കുന്നതിന് മുമ്പ് തന്നെ കോള് കട്ട് ചെയ്തത്. അതിനനുസരിച്ച് ഒരു വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അതിനൊരു ഒരു തീരുമാനം എടുക്കുകയോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല.